നമ്മളെ സ്ഥാനാർത്ഥിന്റെ ഒന്നും ആയില്ലല്ല. ഇന്നത്തെ കമ്മിറ്റിയിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു. ആരാണ് ആ പുരാവസ്തുനൊക്കെ ഈ മീറ്റിങ്ങിന് വിളിച്ചെത്തിയത്? മോനെ കുഞ്ഞോനെ എന്തെങ്കിലും പറഞ്ഞ അന്റെ ബാപ്പാന്റെ അപ്പം പുതിയാപ്പള പോയവനാണ് ഈ ഞാൻ അയച്ച് മറക്കണ്ട. നാസറാക്ക, ഞാൻ പറഞ്ഞത് അയാൾ കേട്ടാ? അയാൾക്ക് പാമ്പിന്റെ ചെവിയാണ് മോനെ, എന്തും കേൾക്കും അയാൾ. മീറ്റിംഗ് കൊടുക്കാനായി, നമ്മൾ പോവല്ലേ? നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മളെ വാർഡിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിനെ നമുക്ക് കണ്ടെത്തണം. അതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ യോഗം ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പറെ കൊണ്ട് നമുക്ക് ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരു പുതിയ ആളെ കണ്ടെത്തണം. അതാണ് നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത്. തമാശന് കളി. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഈ വാർഡിലെ മെമ്പർ ഞാൻ തന്നെയാണ്. എൻ്റെ കാലശേഷം മതി ബാക്കിയൊക്കെ. ആചാര്യ, ഇപ്രാവശ്യം യുവാക്കളെ നിർത്തണമെന്നാണ് പാർട്ടിന്റെ തീരുമാനം. അത് നല്ല തമാശ. എന്റെ പൊന്നു ആചാര്യ, 40-40 കൊല്ലായി നിങ്ങൾ ഈ വാർഡിൽ നിൽക്കണ്. നിങ്ങൾ ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? നിങ്ങൾ എന്ത് യുവാക്കളെ കാര്യമാണോ ഈ പറയണത്? ഈ വാർഡിലെ ഏതൊക്കെ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കറിയുന്ന പോലെ ഈ യുവാക്കൾക്ക് അറിയടോ. ആചാര്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ആദ്യം അടുപ്പുണ്ടാക്കാൻ വേണ്ടിയാണ്. ആചാര്യ, നിങ്ങൾ പഴയ അടുക്കളന്റെ ആളാണല്ലേ? നിങ്ങളെ എന്നെ പറ്റി ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കിയിട്ടും കാര്യമില്ല. ഈ വാർഡിലെ സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ്. ഇനി എന്താ നമ്മൾ ചെയ്യാ? അയാളെ കാലശേഷം അല്ലാതെ നമുക്ക് ഈ വാർഡ് കിട്ടുമെന്ന് തോന്നണില്ല.